ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്ത് വരുന്ന റിട്ടുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ റിട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ട്. അപ്പോൾ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്, അല്ലേ? അപ്പോൾ എന്താണ് മൗലികാവകാശങ്ങൾ? നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. തുടക്കത്തിൽ 7 അവകാശങ്ങളുണ്ടായിരുന്നു. 1978 44-ാം ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശം നിയമപരമായ അവകാശമായി തീർന്നു. ബാക്കി ഏതൊക്കെയാണ് അവകാശങ്ങൾ? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനും സാംസ്കാരിക സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ. നമ്മളിതിനെക്കുറിച്ച് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ റിട്ടുകൾ എന്താണ്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടനാണ്. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണ്? സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നിക്ഷിപ്തമാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഓക്കെ, അപ്പോൾ റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം. ദെൻ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 32 സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 32. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 226. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 226. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതി 32. സുപ്രീം കോടതി റിട്ടുകൾ ഏതാണ്? ആർട്ടിക്കിൾ 32. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 226. ഓക്കെ, നെക്സ്റ്റ് എത്ര റിട്ടുകളാണുള്ളത്? റിട്ടുകളുടെ എണ്ണം 5 റിട്ടുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറൻഡോ. അപ്പോൾ ഏതൊക്കെയാണ് റിട്ടുകൾ? റിട്ടുകളുടെ എണ്ണം 5 റിട്ടുകളാണുള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറൻഡോ. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറൻഡോ. അപ്പോൾ റിട്ടുകളുടെ എണ്ണം എത്രയാണ്? 5. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ് എന്താണ്? ഹേബിയസ് കോർപ്പസ് അല്ലേ, ഒരു കാരണവുമില്ലാതെ, അതായത് അകാരണമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ നിശ്ചിത സമയത്തിന് മുൻപ് കോടതിയിൽ ഹാജരാക്കാനായിട്ടാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കുക. അകാരണമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ നിശ്ചിത സമയത്തിന് മുൻപ് കോടതിയിൽ ഹാജരാക്കാനായിട്ടാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കുക. ഗവൺമെൻറ്റും സ്വകാര്യ വ്യക്തികളും ഈ റിട്ടിൻ്റെ പരിധിയിൽ വരും. ഗവൺമെൻറ്റും സ്വകാര്യ വ്യക്തികളും ഏത് റിട്ടിൻ്റെ? ഹേബിയസ് കോർപ്പസ് റിട്ടിൻ്റെ പരിധിയിൽ വരും. ശരീരം ഹാജരാക്കൂ എന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. ശരീരം ഹാജരാക്കൂ എന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിൻ്റെ അർത്ഥം. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അപ്പോൾ അർത്ഥം ശരീരം ഹാജരാക്കൂ എന്നാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായിട്ട് പരാമർശിക്കപ്പെട്ടത് 1215 ജോൺ രണ്ടാമൻ റണ്ണീമിഡിൽ ഒപ്പുവെച്ച മാഗ്ന കർട്ടയിലാണ്. ഇപ്പോൾ ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായിട്ട് പരാമർശിക്കപ്പെട്ടത് 1215 ജോൺ രണ്ടാമൻ റണ്ണീമിഡിൽ ഒപ്പുവെച്ച മാഗ്ന കാർട്ടയിലാണ്. ഓക്കെ,
അപ്പോൾ എന്താണ് ഹേബിയസ് കോർപ്പസ്? നിയമവിരുദ്ധമായോ നീതിരഹിതമായിട്ടോ തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കൂ എന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. ഓക്കെ, നെക്സ്റ്റ് മാൻഡമസ്. എന്താണ് മാൻഡമസ്? ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ടാണ് ഏത്? മാൻഡമസ്. ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ടാണ് മാൻഡമസ്. മാൻഡമസ് എന്ന ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം എന്താണ്? നാം കൽപ്പിക്കുന്നു. നാം കൽപ്പിക്കുന്നു എന്നതാണ് മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിനർത്ഥം. നാം കൽപ്പിക്കുന്നു എന്നതാണ് മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം. സ്വകാര്യ വ്യക്തികൾക്കെതിരെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാറില്ല. സ്വകാര്യ വ്യക്തികൾക്കെതിരെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാറില്ല. അതായത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തൻ്റെ കർത്തവ്യ നിർവഹണം നടത്താതിരുന്നാൽ ഉത്തരവാദിത്വം നിറവേറ്റാൻ കോടതി ഉദ്യോഗസ്ഥനോട് ആജ്ഞാപിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തൻ്റെ കർത്തവ്യ നിർവഹണം നടത്താതിരുന്നാൽ ഉത്തരവാദിത്വം നിറവേറ്റാൻ കോടതി ഉദ്യോഗസ്ഥനോട് ആജ്ഞാപിക്കുന്ന റിട്ടാണ് ഏത്? മാൻഡമസ്. ഓക്കെ, അതായത് നാം കൽപ്പിക്കുന്നു എന്നതാണ് മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം. നെക്സ്റ്റ് പ്രൊഹിബിഷൻ. നെക്സ്റ്റ് ഏതാണ്? പ്രൊഹിബിഷൻ. ഒരു പൗരൻ്റെ താൽപ്പര്യത്തിനെതിരായി ഒരു നീതിന്യായ ഉദ്യോഗസ്ഥൻ അധികാരപരിധി കടന്ന് പ്രവർത്തിക്കുമ്പോഴാണ് പ്രൊഹിബിഷൻ റിട്ട് പുറപ്പെടുവിക്കുക. ഒരു പൗരൻ്റെ താൽപ്പര്യത്തിനെതിരായി ഒരു നീതിന്യായ ഉദ്യോഗസ്ഥൻ അധികാരപരിധി കടന്ന് പ്രവർത്തിക്കുമ്പോഴാണ് പ്രൊഹിബിഷൻ റിട്ട് പുറപ്പെടുവിക്കുന്നത്. കീഴ്ക്കോടതികൾക്കെതിരെയോ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെയോ ആയിരിക്കും സാധാരണയായിട്ട് ഈ റിട്ട് പുറപ്പെടുവിക്കുന്നത്. കീഴ്ക്കോടതികൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെയോ ആയിരിക്കും സാധാരണയായിട്ട് ഈ റിട്ട് പുറപ്പെടുവിക്കുക. പ്രൊഹിബിഷൻ എന്താണ്? ഒരു കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. നെക്സ്റ്റ് സെർഷ്യോററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. ഓക്കെ, സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്നതാണ് സെർഷ്യോററി എന്ന ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം. സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്നതാണ് സെർഷ്യോററി എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് ഏതാണ്? സെർഷ്യോററിയാണ്. സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്നതാണ് സെർഷ്യോററി എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് കോവാറണ്ടോ റിട്ട്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കോവാറണ്ടോ. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കോവാറണ്ടോ. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് ഏതാണ്? കോവാറണ്ടോ ആണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് കോവാറണ്ടോ റിട്ടാണ്. ഓക്കെ, അപ്പോൾ നിയമാനുസൃതമല്ലാതെ ഉന്നത ഉദ്യോഗം ലഭിച്ച ഉദ്യോഗസ്ഥനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനാണ് ഏത് റിട്ട് പുറപ്പെടുവിക്കുന്നത്? കോവാറണ്ടോ റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കോവാറണ്ടോ. അപ്പോൾ റിട്ടുകൾ 5 എണ്ണമാണ്. റിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ. റിട്ടുകളുടെ എണ്ണം 5 ആണ്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറണ്ടോ. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറണ്ടോ. അപ്പോൾ റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 222.